പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 21 തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. ദ ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 17 നാം ഇപ്രകാരം വായിക്കുന്നു: ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന യോഹന്നാൻ പ്രത്യേകാൽ തന്റെ ലേഖനങ്ങളായ 3-ലും യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായി സ്നേഹത്തിൽ ചാലിച്ച് വരച്ചു കാട്ടിയിരിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 2-ാം അധ്യായത്തിൽ ഇതാ യേശുവിൽ കൂടെയുള്ള സ്നേഹം, കരുതൽ, വെളിച്ചം, നിത്യത ഇവയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതിന് ഡെഡ് അഗെയിൻസ്റ്റായി നിലകൊള്ളുന്ന ദുഷ്ടൻ, ഇരുട്ട്, അന്ധകാരം, പിശാച് എന്നിവയെയും അതിന്റെ വിവിധങ്ങളായിട്ടുള്ള മൂർത്തിഭാവങ്ങളെയും യോഹന്നാൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഏത് സ്വീകരിക്കണം, ഏത് തള്ളിക്കളയണം, എന്താണ് നമ്മുടെ ഇന്നിന്റെ അവസ്ഥ, ഇവ വ്യക്തമായി അപഗ്രഥിക്കുവാൻ ഈ ഭാഗങ്ങൾ നമ്മെ സഹായിക്കുന്നു. ലോകവുമായി ബന്ധപ്പെട്ട് ദുഷ്ടന്റെയും ഇരുട്ടിന്റെയും പിശാചിന്റെയും കരാള ഹസ്തങ്ങളെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് ആ 17-ാം വാക്യത്തിൽ ആ ഖണ്ഡിക താൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്: ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. അതെ, നമ്മെ ഭ്രമിപ്പിക്കുന്ന, നമ്മെ ചാഞ്ചല്യപ്പെടുത്തുന്ന, നമ്മെ ആകർഷിപ്പിക്കുന്ന, അതിലുമുപരിയായി ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഇന്നിന്റെ എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അതിനെല്ലാം ഒരു നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ എത്രയോ പേർ ആത്മഹത്യക്ക് മുതിരുന്നു. ഓരോ ദിവസത്തെയും ദൃശ്യ, പത്ര, വാർത്താ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. വിദ്യാസമ്പന്നർ, സാമ്പത്തികമായി ഉന്നതർ, സമൂഹം പറയുന്ന ഉന്നത കുലജാതർ, ഉന്നതമായ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർ, പക്ഷെ ഇവരൊക്കെ ആത്മഹത്യക്ക് ഇരയായിത്തീരുന്നു. എന്താണ് കാരണം? അവരുടെ സ്വപ്നം, അവർ പ്രതീക്ഷിച്ചത്, അവർ കെട്ടിപ്പൊക്കിയത് ഇവയൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകരുമ്പോൾ, മുൻപിൽ ആശയ്ക്ക് വകയില്ല എന്നുള്ള ഒരു വലിയ ശൂന്യതയിൽ എത്തുമ്പോൾ, അവരുടെ അഭിമാനമോ ദുരഭിമാനമോ അവരുടെ ജീവിതം തന്നെ തുടച്ചു മാറ്റുവാൻ കാരണമായി തീരുന്നു. അതിന്റെ മൂലകാരണം അവരാശ്രയിച്ചത് മുഴുവനും അവർ കെട്ടിപ്പൊക്കിയ അവരുടെ മൂഢസ്വർഗങ്ങളായ അവരുടെ പണം, പ്രതാപം, സ്ഥാനം, മാനം, സൗന്ദര്യം, നിലനിൽപ്പ്, അങ്ങനെ പലതിലുമായിരുന്നു. അവരുടെ സകല ആശ്രയവും അതിലായിരുന്നു. അത് തകർന്നടിഞ്ഞപ്പോൾ, ചോർന്നു പോയപ്പോൾ അവർക്ക് പിന്നെ നിൽക്കുവാൻ
യാതൊരു ആശ്രയവുമില്ല. എന്നാൽ ആ വാക്യം അവസാനിപ്പിക്കുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ പ്രിയ യുവജന സുഹൃത്തുക്കളെ, പ്രത്യേകം ടീനേജിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും എന്റെ കുഞ്ഞനുജന്മാർ അനുജത്തിമാർ ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ലോകം നമ്മുടെ മുമ്പിൽ പലതും വെച്ചു നീട്ടും. അതിനൊക്കെ ഒരു സർട്ടൻ ടൈം ലിമിറ്റ് ഉണ്ട്. അത് ഫാഷനായാലും തരംഗങ്ങളാണെങ്കിലും പുതിയ യുഗത്തിന്റെ വൈബുകളാണെങ്കിലും അതിനൊക്കെ പരിധിയുണ്ട്. അത് ലോകത്തിന്റെ പോക്കനുസരിച്ച് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. അവ മാറുന്നതനുസരിച്ച് നമുക്ക് ഓടി മാറാൻ പറ്റാതെ വരുമ്പോൾ മൂക്കുകുത്തി വീഴുന്നു, അഥവാ ജീവിതം അവസാനിപ്പിക്കുന്നു, നിരാശയുടെ പടുകുഴിയിലെത്തുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ പ്രഭാതത്തിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും, അഥവാ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്കും പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല, രോഗം വരാഞ്ഞിട്ടല്ല, രോഗത്തിന് മരുന്ന് കഴിക്കാഞ്ഞിട്ടുമല്ല. ഇന്നും ഓപ്പറേഷന് വിധേയരായവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. മാരകമായ പല രോഗങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബത്തിന്റെ വിഷയം, കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിയമക്കുരുക്കുകൾ, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ, ഇവയൊക്കെ ഞാനും നിങ്ങളും നേരിട്ടിട്ടുണ്ട്, നേരിട്ടുകൊണ്ടിരിക്കുന്നു. നാളെയും ഇവയൊക്കെ നേരിട്ട എന്ന് വന്നേക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവയെല്ലാം അതിജീവിച്ച് ഞാനും നിങ്ങളും ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നിന്ന് 2024 ഓഗസ്റ്റ് 21 ബുധനാഴ്ച കാണുവാൻ ദൈവം ഭാഗ്യം നൽകിയത്? അത് മറ്റൊന്നുമല്ല, ഈ ലോകത്തെയും ലോകത്തിനുള്ളതിലെയും മാത്രം ആശ്രയിക്കാതെ ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ ദൈവേഷ്ടം ചെയ്ത് ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടാണ് ഈ പറയപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും എനിക്കും നിങ്ങൾക്കും ഉണ്ടായപ്പോൾ നാം മുങ്ങിപ്പോകാഞ്ഞത്, തകർന്നു പോകാഞ്ഞത്, വ്യക്തിപരമായോ കുടുംബപരമായോ ആത്മഹത്യക്ക് മുതിരാതെ ഇന്നും അതിനെ അതിജീവിച്ച് നിൽക്കുന്നത് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവേഷ്ടം ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ദിനം ജീവജലത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു, നമ്മെ ഉപദേശിക്കുന്നു. ദൈവ പൈതലേ, പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങളും നിരാശാജനകമായ അവസ്ഥകളും നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിലും ദൈവവചനത്തിലും അടിയുറച്ച് വിശ്വസിച്ചാൽ ലോകത്തിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ നാമും അതിൽ ഒഴിഞ്ഞു പോകാതെ, ഒഴുകിപ്പോകാതെ, അമർന്നു പോകാതെ അതിനെ അതിജീവിക്കുവാനും ദൈവകൃപയോടെ നേരിടുവാനും പ്രതിസന്ധികളെ മറികടക്കുവാനും സ്തോത്രം പാടി മുന്നേറുവാനും കർത്താവ് നമ്മെ സഹായിക്കും. ആകയാൽ ഇന്ന് ഏതെങ്കിലും വിധ മനോഭാരത്താൽ, അത് വ്യക്തിപരം, കുടുംബപരം, ബിസിനസ് പരം, ആരോഗ്യം, സാമ്പത്തികം, നിയമം, നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ഈ നിലയിൽ കടന്നു പോകുന്നവർ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, ആശ്രയിക്കുക.
നിശ്ചയമായും ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. അല്ലാത്തവർ പട്ടുപോകും. പിശാച് അവരെ തകർത്തുകളെയും ഇല്ലായ്മ ചെയ്യും. നിന്ദയുടെയും പരിഹാസങ്ങളുടെയും ദുഷികളുടെയും ബുദ്ധിമുട്ടുകളുടെയും തകർച്ചകളുടെയും മധ്യേ എന്തുകൊണ്ട് ഇന്നും ദൈവകൃപയോടെ നിൽക്കുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട്, ദൈവേഷ്ടം ചെയ്തത് കൊണ്ട്. പലതും നമുക്ക് ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാനോ തെളിയിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളതുപോലെ അറിയുന്നു. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും അറിയട്ടെ, മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ കൃപകളാൽ നിറയ്ക്കട്ടെ. മറക്കരുത്, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ഞാൻ നിങ്ങളും ഈ രണ്ട് കൂട്ടത്തിൽ ആരാണ്? നമ്മുടെ അവസ്ഥ എന്താണ്? നാളെയുടെ വെല്ലുവിളികളെ സ്തോത്രത്തോടും ചിരിയോടും സന്തോഷത്തോടും കൂടെ നേരിട്ട് എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ കൃതാർത്ഥനായിരിക്കും, സന്തോഷവാനായിരിക്കും. ഈ പ്രശ്നം എന്നെ കീഴ്പ്പെടുത്തുകയല്ല, ഞാൻ ഈ പ്രശ്നത്തെ കീഴ്പ്പെടുത്തി അതിന്മേൽ ജയാളിയായി തീരും എന്നുള്ള ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ. അതിനായി പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക പ്രശസ്തരായ പ്രതിഭാശാലികൾ, ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ പലവിധ കാരണങ്ങളിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ച് അവർ ലോകമോഹത്തിന്റെ പിന്നാലെ തച്ചുടഞ്ഞു വീണപ്പോൾ അവയെക്കാട്ടിൽ ഒട്ടും ഒരു പ്രത്യേകതയുമില്ലാത്ത ഞങ്ങളെ ഇന്ന് നിലനിർത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ നിലനിർത്തിയ ഘടകം എന്താണ് എന്ന് ഇന്ന് യോഹന്നാനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി അങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്കും ഇരിക്കും എന്നുള്ള ദൈവവചനം ഇന്ന് ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളതിൽ വീണ് ഒഴുകിപ്പോകാതെ പ്രാർത്ഥനയോടെ നേരിടുവാൻ, ദൈവേഷ്ടം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ഈ ദൈവവചനം കേട്ട എല്ലാ ദിനമക്കളെയും അനുഗ്രഹിക്കണം. ഇന്നേ ദിനം സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ദൈവകൃപയുടെയും ദിനമായി അതാത് സ്ഥാനങ്ങൾ സുരക്ഷിതമായി പരിപാലിക്കണമെന്ന് യേശു മെസ്സിയ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നിശ്ചയമായും നമ്മെയും ബാധിക്കും, നമ്മുടെയും കൂടെ പ്രശ്നമാണ്. പക്ഷേ നാം ലോകത്തിലല്ല ആശ്രയിച്ചിരിക്കുന്നത്, ദൈവത്തിലാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നമ്മൾ സന്തോഷത്തോടെ നേരിടും, സധൈര്യം മുന്നേറും, വിജയക്കൊടി പാറിക്കും. ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ഈ ദിനം വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.